السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ورحمة الله وبركاته. അപ്പോൾ സൂറത്തുൽ അഹ്ഖാഫാണ് നമ്മൾ ഇന്ന് വിവരിക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل الكتاب من الله العزيز الحكيم. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون. قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. صدق الله العلي العظيم.
സൂറത്തുൽ അഹ്ഖാഫിന്റെ ആദ്യ ഭാഗത്തുള്ള ഏതാനും ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. ഈ സൂറത്തിന് അഹ്ഖാഫ് എന്ന് പേര് വരാൻ കാരണം അറേബ്യയിലെ ഏറ്റവും പുരാതനമായ പ്രവാചകനായിരുന്ന ഹൂദ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട പ്രദേശത്തിന് അഹ്ഖാഫ് എന്നാകുന്നു പേര്. ഈ അഹ്ഖാഫ് എന്നത് അറേബ്യയുടെ ദക്ഷിണ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അറേബ്യ ഉപദ്വീപ് എന്നറിയപ്പെടുന്ന, നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ GCC രാജ്യങ്ങളും യമനും ഉൾക്കൊള്ളുന്ന അറേബ്യ ഉപദ്വീപ്, അതിന് ഇന്ത്യയുടെ അത്ര തന്നെ വിസ്തൃതിയുണ്ട്. സൗദി അറേബ്യ, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, യമൻ, ഇത്രയും രാജ്യങ്ങൾ ചേർന്നാൽ നമ്മുടെ ഇന്ത്യയുടെ അതേ വിസ്തൃതിയാണ് അവക്ക് ഉള്ളത്. അതിൻ്റെ 4/1 ഭാഗം വരുന്ന ദക്ഷിണ ഭാഗം, ഈ ദക്ഷിണ ഭാഗമാണ് നമ്മുടെ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ അങ്ങ് അറേബ്യയിലേക്ക് പോകുമ്പോൾ ആദ്യം ഒമാൻ, യമൻ, ഇതാണ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ ഒമാനും യമനും ഉൾപ്പെടെ സൗദി അറേബ്യയുടെ ദക്ഷിണ ഭാഗവും കൂടി ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് ഹൂദ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ടിരുന്ന കാലത്തുള്ള പേരാണ് അഹ്ഖാഫ്. ഇപ്പോൾ നാം മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറബിയിൽ റുബുൽ ഖാരി എന്നും ഇംഗ്ലീഷിൽ MT ക്വാർട്ടർ എന്ന് വെച്ചാൽ അറേബ്യ ഉപദ്വീപിന്റെ ശൂന്യമായ കാൽഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രദേശം ഹൂദ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെടുന്ന കാലം വളരെ ഹരിതാഭമായിരുന്നു. ധാരാളം നദികളൊക്കെ ഒഴുകിക്കൊണ്ടിരുന്ന ജലനിബിഡമായ ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശത്തെ കുറിച്ച് ഹൂദ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ടതിനെ കുറിച്ച് ഈ സൂറത്തിൽ പരാമർശമുണ്ട്. അതുകൊണ്ടാണ് അഹ്ഖാഫ് എന്ന പേര് ഈ സൂറത്തിന് വന്നത് എന്ന് ചുരുക്കം. കൂടുതൽ വിശദീകരണങ്ങൾ അവിടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തും ഇതിനു മുൻപുള്ള സൂറത്തുകളൊക്കെ തന്നെ ആരംഭിക്കുന്നത്, ഏതാനും സൂറത്തുകൾ ആരംഭിക്കുന്നത് ഹാമീം എന്ന തുടക്കത്തോടു കൂടിയാണ്. ഈ കേവല അക്ഷരങ്ങളെ കുറിച്ച് മുമ്പ് നാം സൂറത്തുൽ ജാസിയ ആശയം വിരിച്ചപ്പോഴും അതിനു മുൻപുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. തുടർന്ന് ഈ പരിശുദ്ധ വേദഗ്രന്ഥം സർവലോക രക്ഷിതാവായ അല്ലാഹു തആല അവതരിപ്പിച്ചതാകുന്നു എന്ന് ആവർത്തിക്കുന്നു. പിന്നീട് 3-ാമത്തെ ആയത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സ്വോദ്ദേശ്യ ലക്ഷ്യങ്ങളോട് കൂടിയാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും വഅജലിൻ മുസമ്മ, വ്യക്തമായ ഒരവധി നിശ്ചയിച്ചു കൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തിയിട്ടുള്ളത് എന്നും പറയുന്നു. അഥവാ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഒന്നും അന്ത്യമില്ലാത്തതല്ല, അനന്തമല്ല. ഇതിന് വ്യക്തമായ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വരെ മാത്രമേ ഈ പ്രപഞ്ചവും അതിലുള്ള ചരാചരങ്ങളും നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. വല്ലദീന കഫറു അമ്മാ ഉൻദിറു മുഅ്രിദൂൻ, പക്ഷേ ഈ ലോകത്തിന്റെ അവസാനമുണ്ട് എന്നും അതിന് ശേഷം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നതുമായ യാഥാർത്ഥ്യങ്ങൾ സത്യനിഷേധികൾ അവര് അത് തള്ളിക്കളയുന്നു, അവർ അംഗീകരിക്കുന്നില്ല. ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർ അങ്ങേയറ്റത്തെ അവഗണനയിലാണ്, അതിനെക്കുറിച്ച് അവർ വിമുഖരാണ്. തുടർന്ന് അല്ലാഹു തആല പറയുന്നത് അറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ, അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പ്രപഞ്ചം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ്, അവൻ ഇതിന് അവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതെല്ലാം ശരി. പക്ഷേ ജനങ്ങളിൽ ഒരു വിഭാഗം അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു, അവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാരുമാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇവിടെ ദുആ ചെയ്യപ്പെടുന്ന മനുഷ്യർ ആരോടൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ
അവരെല്ലാം ഇതിൽപ്പെട്ടു. ഈവൻ പ്രവാചകന്മാർ വരെ. പിന്നെ ബാക്കിയൊന്നും പറയേണ്ടതില്ലല്ലോ. പ്രവാചകന്മാർ വരെ. അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ അള്ളാഹു തആല ചോദിക്കുന്നു, അറുനി മാദാ ഖലഖൂ മിനല്ലാഹ്, ഈ ഭൂമിയിൽ അവരെന്തൊന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? സൃഷ്ടികർമ്മം നിർവഹിച്ചവനാകുന്നു റബ്ബ്, അവനാകുന്നു ഇലാഹ്, അവനാണ് ആരാധനക്കും അനുസരണത്തിനും അർഹനായിട്ടുള്ളവൻ. അവരോട് ദുആ ചെയ്തിട്ട് കാര്യമുള്ളൂ. സൃഷ്ടികർമ്മമൊന്നും നിർവഹിക്കാത്ത കേവല സൃഷ്ടികളോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. അവരോട് നിങ്ങൾ ദുആ ചെയ്യുന്നു. എന്തെന്നാണ് അവർ ഇവിടെ സൃഷ്ടിച്ചത്? നത്തിങ്, സീറോ, ആരാവട്ടെ. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, അം ലഹും ശിർകുൻ ഫിസ് സമാവാത്ത്, ഇനി അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നത് ശരി, എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അവർക്ക് പ്രപഞ്ച ഭരണത്തിലോ ഇവിടുത്തെ കാര്യങ്ങൾ നിർണയിക്കുന്നതിലോ ഈ സൃഷ്ടികളുടെ ദുആ കേട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സാധ്യമാക്കി കൊടുക്കുന്നതിലോ വല്ല പങ്കും അവർക്ക് ഉണ്ടോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഈതൂനി ബി കിതാബിൻ മിൻ ഖബൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും കൊണ്ടുവരിക, അതിന് തെളിവായിക്കൊണ്ട്. ഈ പ്രപഞ്ച സൃഷ്ടിപ്പിലോ പ്രപഞ്ച നടത്തിപ്പിലോ അഥവാ ദിവ്യത്വത്തിൽ ഈ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വല്ല പങ്കുമുണ്ടെങ്കിൽ അതിനാധാരമായ ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരിക. ഔ അസാറത്തിൻ മിൻ ഇൽം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ നിലപാടിനെ ശരിവെക്കുന്ന എന്തെങ്കിലും വൈജ്ഞാനികമായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരിക. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങളുടെ ഈ നിലപാട് ശരിയാണെങ്കിൽ, ഈ ശിർക്ക് ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതിന് അനുകൂലമായ എന്തെങ്കിലും പ്രമാണങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അല്ലാഹു തആല തന്നെ പറയുന്നു, കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്, അങ്ങനെയൊന്നും ഇല്ല. കാരണം അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളും അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരൊക്കെ ഇന്ന് വരെ തൗഹീദാണ് കൊണ്ടുവന്നത്, ഏകദൈവ സിദ്ധാന്തമാണ് കൊണ്ടുവന്നത്. ആ അല്ലാഹു തആലാക്ക് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ, ആ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഒരു മിനിറ്റ്, ഒരു അത്യാവശ്യ കോൾ, ഒരു വാക്ക് പറഞ്ഞു. അന്ത്യനാൾ വരെയും ഉത്തരം ചെയ്യപ്പെടാത്ത ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ ഏറ്റവും വഴികേടിലായവൻ ആര്? അവനേക്കാൾ അന്തം കെട്ടവൻ ആര്? അല്ലാഹു തആല ചോദിക്കും. ജനകോടികൾ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ മനുഷ്യ ദൈവങ്ങളായിരിക്കാം, മൺമറഞ്ഞ പ്രവാചകന്മാരോ മഹാന്മാരോ ആയിരിക്കാം, ചിലപ്പോൾ ശുഹദാക്കളായിരിക്കാം, അതല്ലെങ്കിൽ വിഗ്രഹങ്ങളായിരിക്കാം, എന്തോ ആകട്ടെ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. സൂറന്ന കാഹളത്തിൽ ഊതുന്ന കാലത്തോളം, ഖിയാമത്ത് നാളോളവും ഉത്തരം ചെയ്യപ്പെടാത്തവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ വലിയ പോയത്തക്കാരൻ, അവനേക്കാൾ വലിയ വഴികേടിലായവൻ ആരാണ് എന്ന് അല്ലാഹു തആല ചോദിക്കുക. എന്നിട്ടോ വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, ആരോടൊക്കെയാണോ ഇവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇവരുടെ ദുആയെ കുറിച്ച് ഒന്നും അറിയുന്നില്ല, മരിച്ചുപോയവരെ അറിയുന്നില്ല അവരോട് ഇവിടെ ദുആ ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും വൃക്ഷങ്ങളോ കല്ലുകളോ വിഗ്രഹങ്ങളോ മറ്റ് ചരാചരങ്ങളോ അവയൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവയോട് മറ്റുള്ളവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അവർ അറിയുന്നില്ല. വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, അവരൊക്കെ തന്നെയും തങ്ങൾ ദുആ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തങ്ങളുടെ മുൻപിൽ ഇവർ ആവശ്യങ്ങൾ ആവലാദികൾ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് അറിയില്ല.
അങ്ങനെയുള്ളവരോട് ദ്വാ ചെയ്യുന്നവരെക്കാൾ വലിയ വഴികേടിലായവർ ആര് എന്നതാണ്. ഇവിടെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ, ഓൾ ഓവർ ഇന്ത്യ, രാജ്യത്ത് അറബ് ലോകത്ത് വ്യത്യസ്തമാണ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തിൽ മൺമറഞ്ഞ ഔലിയാക്കന്മാരോട്, ശുഹാദാക്കന്മാരോടൊക്കെ തീർത്തും പരിശുദ്ധ ഖുർആൻ സബഉൽ മൂബിഖാത്തിൽ എണ്ണിയിട്ടുള്ള സംഭവമാണ്. ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനോട് മാത്രമേ പാടുള്ളൂ. അത് മൺമറഞ്ഞവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവരോട് ദുആ ചെയ്യാൻ പാടേയില്ല. അത് എത്ര വലിയ മഹാന്മാരാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയൊരു മഹാൻ ഇല്ലല്ലോ. അഷ്റഫുൽ ഖൽഖാണ്. അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ദുആ ചെയ്യാൻ പാടുള്ളതല്ല. മസ്ജിദുൻ നബവിയിലെ റൗള ഷരീഫിൽ നാം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, താങ്കൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് സലാം ചൊല്ലുകയാണ് വേണ്ടത്. എന്നാൽ പിന്നീട് ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഇവിടെ ഔലിയാക്കന്മാരുമില്ല, ശുഹദാക്കന്മാരുമില്ല, ആരാരുമില്ല. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന സമ്പ്രദായം വ്യാപകമായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത്, അത് തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. പക്ഷെ പല പണ്ഡിതന്മാരും ആ ധർമ്മം നിർവഹിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള പണ്ഡിതന്മാരോട് സംസാരിക്കാറുണ്ട്. കാര്യം എന്താണ്? അവരെങ്ങാനും ഇത് പറയാൻ പോയാൽ അവരെ പിടിച്ച് ജമാഅത്തോ മുജാഹിദോ കാക്കും. അവരെ പിന്നെ ഇവര് കാര്യങ്ങൾക്കൊന്നും വിളിക്കൂല, വാഴ്ന്നു പറയാൻ വിളിക്കൂല, അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരെ സമുദായത്തിൽ ഒരു വ്യാധി പോലെ പടർന്നു പിടിച്ചിട്ടുള്ള ഈ സമ്പ്രദായത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. നാം അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്നവരായ പണ്ഡിതന്മാർ, മഹാന്മാർ, സ്വാലിഹീങ്ങൾ, അവരോട് ചെന്നിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. അതിനാണ് തവസ്സുൽ എന്ന് പറയാം. തവസ്സുൽ, ഇടതേട്. ജീവിച്ചിരിക്കുന്ന നല്ലവരായ ആളുകൾ നമുക്കറിയാലോ, നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യാവുന്നതാണ്. മുസ്ലിങ്ങൾ പരസ്പരം വസിയത്ത് ചെയ്യാം. പക്ഷെ എല്ലാവരുടെയും ദുആ അല്ലാഹു തആല ഒരു രൂപത്തിലല്ല സ്വീകരിക്കുക. അല്ലാഹു തആലാന്റെ അടുത്ത് ദുആ സ്വീകരിക്കുന്നതിന് ചില പരിഗണനയും ചില മുൻഗണനയും ഒക്കെ ഉണ്ട്. സ്വാലിഹീങ്ങളായ നല്ലവരായ ആളുകൾ ദുആ ചെയ്താൽ അല്ലാഹു തആല അത് പെട്ടെന്ന് സ്വീകരിക്കും. അപ്പൊ അവരോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇതിന് തവസ്സുൽ എന്ന് പറയും. രണ്ടിനും പറയും. ഇത് ജായിസാണ്. ഇതിലപ്പുറം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആളുകളോട് ചെന്നിട്ട് നേരിട്ട് നമ്മുടെ അപരാധികൾ ബോധിപ്പിക്കാനോ ദുആ ചെയ്യാനോ പാടില്ല. പക്കാ ശിർക്കാണെന്ന് മാത്രമല്ല, ശിർക്കിൽ ഏറ്റവും ഗുരുതരമായത് അതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. അവരൊക്കെ അങ്ങനെ ചെയ്യുന്നവരെക്കാൾ വഴികെട്ടവൻ ഒമൻ അതല്ല്, ആരാണ് ഏറ്റവും വഴികേടിലായവൻ എന്ന് അല്ലാഹു തആലയാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും മുറിമൈനിയമാരുടെ വയന്ന് കേട്ടുകൊണ്ട്, അവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് ഏതെങ്കിലും മഹാന്മാരോടോ മറ്റോ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി കളയും. നാം കടുത്ത മഹാപാപമാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അറിവിൽപ്പെട്ടവർ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താൻ നാം ബാധ്യസ്ഥരാണ്. ഒന്നാമതായി സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വല്ല ആചാരങ്ങളിലും പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കൊടി കുത്തിയിരിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട്
ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ജാറം മൂടുക മുതലായ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആദ്യമായി ദഅവത്ത് തുടങ്ങിയത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം സ്വന്തത്തിൽ നിന്ന് തുടങ്ങി, സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഇനി ഇങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ് നാളെ പാരത്രിക ലോകത്ത്? അല്ലാഹു തആല തുടർന്ന് പറയാം, വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഈ ആരാണോ ദുആ ചെയ്തിരുന്നത്, അവർ ആരോടാണോ ദുആ ചെയ്തിരുന്നത്, അവർ പരസ്പരം ശത്രുക്കളായി തീരും. കാനൂ ലഹും അഅദാഅൻ, പരസ്പരം ശത്രുക്കളായി തീരും എന്ന് മാത്രമല്ല, വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഈ ആരോടാണോ ദുആ ചെയ്തിരുന്നത് അവർ നിഷേധിക്കും, ഹേയ് ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഏകനായ അല്ലാഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടാണ് ജീവിച്ചത്. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ സന്ദേശം. നിങ്ങൾ അതിന് വിരുദ്ധമായി ഞങ്ങളോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഒരിക്കലും കാരണക്കാരല്ല, ആ പാപഭാരം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് നിഷേധിക്കും. അവർ പരസ്പരം ശത്രുക്കളായി തീരും. ഇനി ഒരു വിഭാഗം സജ്ജനങ്ങളല്ലാത്തവർ അവരോട് ദുആ ചെയ്യുന്നതിന് അനുകൂലിക്കുകയും അതിവിടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ സ്പോക്സ്മാൻമാരായിക്കൊണ്ട് വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ആ മടവൂര്, ഈ ഷെയ്ഖ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരാണ് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പിഴപ്പിച്ചുകൊണ്ടിരുന്നവർ, അങ്ങനെ തന്നോട് ദുആ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവര്, ഇവരും അവിടെ പരസ്പരം ശത്രുക്കളായി തീരുമെന്ന് മാത്രമല്ല, ഇവരെ ആരാണോ അവരെ ആരാധിച്ചു കൊണ്ടിരുന്നത്, അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, അവരിൽ നിന്ന് ഓടിയകലും. ഇതാണ് നാളെ അഭിമുഖീകരിക്കാനുള്ള പരിണതി. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, വ്യക്തമായ പരിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിച്ചാൽ ഇത് ചെയ്യാൻ പാടുള്ളതല്ല. ഏകനായ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഈ ആരാധനക്ക് അർഹതയുള്ളൂ. അവൻ മാത്രമേ നിങ്ങളെ ദുആ സ്വീകരിക്കുകയുള്ളൂ, അവരെ ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നെല്ലാം വ്യക്തമായി അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖാലല്ലദീന കഫറൂ ലിൽ ഹഖ് ലമ്മാ ജാഅഹും ഹാദാ സിഹ്റും മുബീൻ, ഈ ആളുകൾ ഒരിക്കലും അത് സ്വീകരിക്കാൻ കൂട്ടാക്കുകയില്ല, അവർ തള്ളിക്കളയും. ഇതാണ് അവർ ചെയ്യുക. നമ്മുടെ സമുദായത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരോട് നാം അതരുത് എന്ന് പറഞ്ഞാൽ, അതിനെ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ സമീപനം? സ്വീകരിക്കുന്ന സമീപനമാണോ? ഒന്ന് പരിശോധിച്ചു നോക്കൂ. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഈ അല്ലാഹു തആല പറഞ്ഞ ഈ പ്രതികരണം അത് ധിക്കാരപൂർവം തള്ളിക്കളയുന്ന സമീപനം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. മുശ്രിക്കുകളായ കാര്യം പറയേണ്ടതില്ല. മുശ്രിക്കുകൾ എന്ന് വെച്ചാൽ അവരുടെ കാര്യം പറയേണ്ടതില്ല. എന്നാൽ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്യുന്നവരോട് പരിശുദ്ധ ഖുർആൻ വിലക്കിയതാണ്, അത് ഹറാമാക്കിയതാണ്, അത് മഹാപാപമാണ്, അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്തതാണെന്ന് പറഞ്ഞാൽ, ഹദീസുകൾ ഉദ്ധരിച്ചാൽ അത് കൂട്ടാക്കാൻ അവർ തയ്യാറാവുകയില്ല. പക്ഷേ നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചേ പറ്റൂ. ഇനി ഈ പരിശുദ്ധ ഖുർആൻ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇഫ്തറാഹു, ഇത് നബി തന്നെ സ്വയം രചിച്ചിട്ടുള്ളതാകുന്നു, കെട്ടിയിട്ടുണ്ടാക്കിയതാകുന്നു എന്നാണ് അവർ ആരോപിച്ചത്. ഇന്നും ലോകത്തെ നല്ലൊരു ശതമാനം ആളുകൾ, ക്രൈസ്തവ സമൂഹം, ജൂതന്മാർ, ഇവരെല്ലാവരും ആ ബൈബിൾ പഴയ നിയമത്തിൽ നിന്നും അഥവാ തൗറാത്തിൽ നിന്നും ഇഞ്ചീലിൽ നിന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച് ചോർത്തി എടുത്തുകൊണ്ട് അറബി ഭാഷയിൽ ഉണ്ടാക്കിയതാണ് എന്നാണ് അവരുടെ സമീപനം. വ്യാപകമായി ലോകത്ത് ക്രിസ്ത്യൻ മിഷണറീസ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്.
എന്നാൽ നബിയോട് അല്ലാഹു തആല പറയുകയാണ്, അവരോട് പറയുക, ഞാനെങ്ങാനും ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കെട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ആ അള്ളാഹു തആലയുടെ പിടുത്തത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കഫാ ബിഹി ഷഹീദൻ ബൈനി വബൈനകും, ഞാൻ അള്ളാഹു അള്ളാഹുവിനാൽ നിയുക്തനായ പ്രവാചകനാണെന്നും ഈ വേദഗ്രന്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് എന്നതിനും വ്യക്തമായി അള്ളാഹു തന്നെ മതി നമുക്കിടയിൽ സാക്ഷിയായി. വഹുവൽ ഗഫൂറുർ റഹീം, നിങ്ങൾ ഈ പറയുന്നത് വലിയ പാപമാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അല്ലാഹു തആല നിങ്ങൾ പുറത്തു തരുന്നതാണ്. അല്ലാഹു തആല അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. നിങ്ങൾ ഈ സത്യം സ്വീകരിക്കുകയാണ് വേണ്ടത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല അവരോട് പറയാൻ കൽപ്പിക്കുന്നു, മാ കുന്തു ബിദഅൻ മിനർ റസൂൽ, ഞാൻ ലോകത്താഗതനായ ഇദം പ്രഥമനായ ഒരു പ്രവാചകനും റസൂലും ഒന്നുമല്ല. എനിക്ക് മുൻപ് ധാരാളം പ്രവാചകന്മാർ ഇവിടെ ഈ സന്ദേശവുമായി വന്നിട്ടുണ്ട്. എന്നെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തീരുമാനമെടുക്കും എന്ന് എനിക്കറിയുകയില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈ, ഞാൻ എനിക്ക് അല്ലാഹു തആല വഹയ്യായി അവതരിപ്പിക്കുന്ന ആ ദിവ്യ ബോധനം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനാണ് നിങ്ങളുടെ ഭാഗധേയം നിർണയിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്റെ കാര്യം പോലും അള്ളാഹുവിന്റെ ഹസ്തത്തിലാണ്. ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. ഇതാ അറിയുക, കേൾക്കുക. അല്ലാഹു തആല വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു അവസാനമുണ്ട്. അതിന് ശേഷം നമ്മുടെ കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും, നമ്മുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഞാൻ. ഇനി നിങ്ങൾ ഇത് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. അറബികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നമുക്കറിയാം, അറേബ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടെ മുശ്രിക്കുകളായ അറബികളുണ്ട്, അറബി ഗോത്രങ്ങളുണ്ട്. അതോടൊപ്പം അഹ്ലു കിതാബുകാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെയുണ്ട്. അപ്പൊ ഈ അറബികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, നിങ്ങൾ ഇത് തള്ളിക്കളയുന്നു. എന്നാൽ എന്നാൽ മുൻകഴിഞ്ഞ ധാരാളം പ്രവാചകന്മാർ നിയുക്തരാവുകയും ധാരാളം വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഇസ്രായേൽ സമുദായം, അഥവാ ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലുള്ള ആ സമൂഹത്തിലെ വേദഗ്രന്ഥങ്ങൾ പഠിച്ച, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഇനിയൊരു അന്ത്യപ്രവാചകൻ നിയുക്തനാകാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ, ആ പ്രവാചകൻ ഇന്ന പ്രദേശത്ത് നിന്നാണ് വരിക എന്ന് ആ പ്രവാചകന്റെ പേരുൾപ്പെടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച ആ സമുദായത്തിൽ നിന്നുള്ളവർ ആമന വിശ്വസിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജൂതന്മാർ ഒരു വലിയ രൂപത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും, കടുത്ത ശത്രുക്കളായിരുന്നുവെങ്കിലും, അതിലുള്ള സത്യത്തോട് ആഭിമുഖ്യമുള്ള ചിലരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്തിൽ, ഇഞ്ചീലിൽ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അതിലൊരാളാണ് തൗറാത്തും ഇഞ്ചീലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിലെ നല്ല വേദ പരിജ്ഞാനമുള്ള പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ ചെയ്തു വന്നപ്പോൾ അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങൾ നബിയെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ കൂട്ടത്തിൽ ഈ അബ്ദുല്ലാഹി ഇബ്നു സലാം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ മക്കയിൽ ഒരു പ്രവാചകൻ ആഗതനായിരിക്കുന്നു എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹം ഈ പ്രവാചകൻ വരാനുള്ള സമയമായിരിക്കുന്നു എന്നും അദ്ദേഹം ഏത് സമൂഹത്തിലാണ് വരിക എന്നുമൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഇത് ആ പ്രവാചകൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ നബിയെ സ്വീകരിക്കാനുള്ള സംഘത്തോടൊപ്പം നിലയുറപ്പിച്ചു.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് വരുമ്പോൾ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ ആഹാരം നൽകുക, കുടുംബ ബന്ധം ചേർക്കുക. ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിന് നമസ്കാരം അനുഷ്ഠിക്കുക. എന്നാൽ സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നിങ്ങനെ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു കേട്ടു. പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുമതി വാങ്ങി നബിയെ കണ്ടു. അങ്ങനെ സംസാരത്തിൽ നിന്ന് ആ നിയുക്തനായ പ്രവാചകനാണ് എന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ വേറെയും പലരുണ്ട്. അവരെ കുറിച്ചാണ് ഖുർആനിൽ ഈ പറഞ്ഞത്, വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീല അലാ മിസ്ലിഹി. ഇതാ നിയുക്തനായ പ്രവാചകനാണ് എന്ന് ഈ ഇസ്രായേൽ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ മനസ്സിലാക്കി അവരത് സ്വീകരിച്ചു. ഫആമൻ, അവർ വിശ്വാസം കൈക്കൊണ്ടു. വസ്തക്ബർത്തും, പക്ഷെ നിങ്ങൾ ഇവിടെ അഹന്ത നടിക്കുകയാണ്. ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ അനുയായികളാകാൻ വിസമ്മതിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇങ്ങനെയുള്ള ളാലിമീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകുകയില്ല. സന്മാർഗ സന്ദേശം വന്നെത്തുമ്പോൾ അത് സ്വീകരിക്കാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധരാകുന്നവർക്ക് മാത്രമേ അല്ലാഹു തആല ഹിദായത്ത് നൽകുകയുള്ളൂ. പിന്നെ സത്യനിഷേധികളായ ആളുകൾ, പ്രത്യേകിച്ച് ഖുറൈശികളിലെ പ്രമാണിമാർ പറഞ്ഞ കാര്യം, അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായങ്ങളിലുള്ള, സമൂഹങ്ങളിലുള്ള പ്രമാണിമാരും പറഞ്ഞതിന്റെ ആവർത്തനം തന്നെയാണ്. എന്താണ്? ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ. ഈ സത്യവിശ്വാസികളായ ആളുകളോട് ഈ കാഫിറുകൾ, അവരിലെ വൻമരങ്ങൾ പറയുകയാണ്, ലൗ കാന ഖൈറൻ മാ സബഖൂനാ ഇലൈഹി. ഈ പരിശുദ്ധ ഖുർആനും നബിയുടെ സന്ദേശവും ഒക്കെ ഒരു വലിയ ഹൈറായ കാര്യമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഞങ്ങളെ മുൻകടക്കുമായിരുന്നില്ല, അഥവാ ഞങ്ങളാകുമായിരുന്നു അത് സ്വീകരിക്കാൻ ഒന്നാമതായി മുന്നോട്ട് വരിക. ഇവിടെ അവര് സത്യവിശ്വാസം സ്വീകരിച്ച സഹാബികളെ ഇകഴ്ത്തി സംസാരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാൻ മുന്നോട്ട് വന്നത് ഏറിയ പങ്കും ആ സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് ബിലാൽ, അമ്മാർ, യാസിർ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, ഇങ്ങനെയുള്ള അവിടുത്തെ അടിമകളും പാവങ്ങളും ഒക്കെയായവരാണ് അത് സ്വീകരിക്കാൻ മുൻപോട്ട് വന്നവരിൽ ഏറിയ പങ്കും. എല്ലാ കാലത്തുമുള്ള പ്രവാചകന്മാരുടെ അനുയായികൾ, പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോ ഇത് ഒരു ഹൈറായ കാര്യമാണെങ്കിൽ ഈ സമുദായത്തിലെ, ഈ സമൂഹത്തിലെ ഏഴകളായ നിങ്ങളാകുമായിരുന്നില്ല അത് സ്വീകരിക്കാൻ മുൻപോട്ട് വരിക. ഇവിടുത്തെ പ്രമാണിമാരായ, ഇവിടുത്തെ ബുദ്ധിശാലികളായ സാഹിത്യകാരന്മാരും കവികളും സമൂഹത്തിന്റെ മേലേക്കിടയിലുള്ള ഇവിടുത്തെ ക്രീമി ലെയറായ ഞങ്ങളാകുമായിരുന്നു അത് സ്വീകരിക്കാൻ മുൻപോട്ട് വരിക. അപ്പൊ നിങ്ങളാണ് ഒന്നാമതായി സ്വീകരിച്ചത് എന്നത് തന്നെ ഈ ആദർശത്തിന്റെയും ഈ മതത്തിന്റെയും ഒക്കെ പോരായ്മയാണ് എന്നാണ് ഇവര് പറഞ്ഞത്. ഇതേ സംഭവം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞു. ഫഖാലൽ മലഉ ലദീന കഫറു മിൻ ഖൗമിഹി. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിലെ പ്രമാണിമാർ പറഞ്ഞു, മാ നറാക ഇല്ലാ ബശറൻ മിസ്ലുനാ വമാ നറാക തബഅക ഇല്ലാ അല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഅയ്. താങ്കളെ അനുഗമിച്ചവർ, താങ്കളിൽ വിശ്വസിച്ചവർ ഞങ്ങളുടെ സമൂഹത്തിലെ വളരെ വളരെ താഴേക്കിടയിലുള്ളവരാണ്. വിശ്വസിച്ചവരായ ആളുകൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരോ കൊള്ളാവുന്നവരോ ആയി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിക ആദർശം സ്വീകരിക്കാൻ എല്ലായ്പ്പോഴും മുൻപോട്ട് വന്നിരുന്നത് സമൂഹത്തിലെ പാവങ്ങളായിരുന്നു. അതേ സമയത്ത് സമൂഹത്തിലെ പ്രമാണിമാർ അത് സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അല്ലെങ്കിൽ
സന്മാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായിരുന്നുള്ളൂ. ആ സന്മാർഗം സ്വീകരിക്കാൻ അവർക്ക് പ്രതിബന്ധമായത് അവരുടെ കിബറായിരുന്നു. ഞങ്ങൾ മേലെയാണ്, ഞങ്ങള് കൊള്ളാവുന്നവരാണ്, ഞങ്ങൾ ഇവിടുത്തെ അധികാരികളാണ് എന്ന കിബർ. ആ കിബർ അഹന്തയാണ്, അഹങ്കാരമാണ് അവരെ സന്മാർഗം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. നിങ്ങൾക്ക് യാതൊരു ഔന്നത്യവും ഞങ്ങൾ കാണുന്നില്ല എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം പറഞ്ഞു. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും അത് തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹവും ജനതയും ഖുറൈശികളും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ ഒരു ആദർശം സ്വീകരിച്ചവർ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവരോ മേലേക്കിടയിലുള്ളവരോ എന്ന് നോക്കിയിട്ടല്ല ആ ആദർശത്തെ വിലയിരുത്തേണ്ടത്. നമ്മുടെ കാലഘട്ടത്തിലും ഇസ്ലാം സ്വീകരിക്കാൻ മുൻപോട്ട് വരുന്നത് ആരാണ്? സാധാരണഗതിയിൽ സാധാരണക്കാരായ ആളുകളാണ്. ഈ മേലേക്കിടയിലുള്ള ആളുകൾ അപൂർവമായി മാത്രമേ ഇസ്ലാം സ്വീകരിക്കാൻ മുൻപോട്ട് വരാറുള്ളൂ. ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളായിരുന്നു. ഇവിടുത്തെ സവർണ ജാതിക്കാർ അധികമൊന്നും ഇസ്ലാം സ്വീകരിക്കാൻ മുന്നോട്ട് വന്നതായി നാം കാണുകയില്ല. എക്കാലത്തും മനുഷ്യനെ അവന്റെ കിബറാണ് നേർമാർഗം സ്വീകരിക്കുന്നതിൽ നിന്ന് അവനെ തടഞ്ഞുകൊണ്ടിരുന്നത്. സഷാൽ ഇബ്ലീസിന് അല്ലാഹു തആലയുടെ കൽപ്പന സ്വീകരിക്കുന്നതിന്റെ വിഘാതമായി തീർന്നതും ഇത് കിബർ തന്നെയായിരുന്നു എന്ന് സാന്ദർഭികമായി നാം ഇവിടെ വെച്ച് മനസ്സിലാക്കണം. ഇനി മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത കാര്യം ആണ് ഇവിടെ തുടർന്ന് പറയുന്നത്. അതിനുശേഷം താങ്കൾക്ക് നാം അറബി ഭാഷയിൽ ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു. പാപികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും എന്നാൽ സുഹൃതവാന്മാരായ സച്ചരിതരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. അങ്ങനെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഈ ആദർശം സ്വീകരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിക്കുകയും ചെയ്തവർ തുമ്മസ്തഖാമു പിന്നീട് ആ മാർഗത്തിൽ ചൊവ്വായി നിലകൊള്ളുകയും ചെയ്തവർ. ചൊവ്വായി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുക, വിരോധിച്ചത് ഉപേക്ഷിക്കുക, ആ മാർഗത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ളവർ ഫലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഈ ഭയപ്പാട് ഏതാണ്? ഭാവിയിൽ തങ്ങളുടെ ഈ ലോകത്തെ ജീവിതത്തിൽ തന്നെയും അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവരാണ്. ഇനി നാളെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് മുതൽ, ഖബറിലെ ജീവിതം മുതൽ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത് മുതൽ മഹ്ശറ വൻസഭ, അവിടെ നിന്നങ്ങോട്ടുള്ള വിചാരണ, ഈ വക ഒരു വിഷയത്തിലും അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഭയം അവരെ തീണ്ടുകയില്ല. നേർമാർഗം സ്വീകരിച്ചവർക്ക് ഒന്നാമതായി ലഭിക്കാനുള്ള സൗഭാഗ്യം അതാണ്. ഇനിയോ വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കാൻ വ്യസനിക്കാൻ കാരണമാകുകയുമില്ല. ഇതേതാണ് ദുഃഖവും വ്യസനവും? കഴിഞ്ഞ കാലത്തെക്കുറിച്ച്. നേർമാർഗം സ്വീകരിച്ച് ആ മാർഗത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്ത് ഒരുപക്ഷെ അവർക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിരിക്കാം. അജ്ഞതയുടെയും അവിവേകത്തിന്റെയും പേരിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ, മഹാപാപങ്ങൾ തന്നെ സംഭവിച്ചിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അവർ ദുഃഖിക്കേണ്ടതില്ല. അതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും നേരായ മാർഗത്തിൽ ജീവിക്കാൻ ആരംഭിച്ചത് മുതൽ അവരുടെ ഒരു പുതിയ അക്കൗണ്ട് അല്ലാഹു തആല ഓപ്പൺ ചെയ്യുകയും അതിൽ അവരുടെ സൽക്കർമ്മങ്ങൾ മാത്രം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. എന്നല്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ മഹാപാപങ്ങൾ ചെയ്തു പോയി അങ്ങനെ തൗബ ചെയ്ത് നേരായ മാർഗത്തിലേക്ക് വന്നാൽ അവര് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവര് അവിവേകത്തിന്റെ പേരിൽ ചെയ്തു പോയ ആ പാപകർമ്മങ്ങളൊക്കെ, ആ സയ്യിആത്തുകളൊക്കെ അല്ലാഹു തആല ഹസനാത്തുകളായി നന്മകളാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കും എന്ന് സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ കുറിച്ച് അവർ ദുഃഖിക്കേണ്ടതില്ല. നാളെ മഹ്ശറയിൽ ചെന്ന ശേഷം ഞാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചു പോയല്ലോ എന്ന് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു,
നാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ, അല്ലെങ്കിൽ വിട പറയുന്ന ഘട്ടത്തിൽ എൻ്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും, എൻ്റെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും, അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ലല്ലോ, അവർക്ക് ജോലിയായിട്ടില്ലല്ലോ, പെൺകുട്ടികൾ കെട്ടിച്ചയച്ച് ഒരു അധീനതയിലായിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ആധിയും വ്യാധിയും ബേജാറുമൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സ്വലീങ്ങളായി അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ കുറിച്ച്, അവരുടെ കുടുംബത്തെ കുറിച്ച് ഒന്നും അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ വ്യസനിക്കേണ്ടതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാഗ്ദാനമാണ് അല്ലാഹു തആല ഇവിടെ നൽകിയത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നാം അവിഹിതമായി ഒരു ചില്ലിക്കാശ് സമ്പാദിച്ചുകൊണ്ട് അവരുടെ ഭാവി ഭാസുരമാക്കാൻ നോക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാഗ്ദാനമാണ്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. നാം പലപ്പോഴും മനുഷ്യരെല്ലാവരും അരുതാത്തത് ചെയ്യുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, അഴിമതി നടത്തുന്നത്, കള്ളക്കച്ചവടം ചെയ്യുന്നത്, അതുപോലെ തന്നെ അന്യരുടെ അവകാശം, അനന്തര സ്വത്തിന്റെ വിഭജനത്തിൽ അത് തനിക്ക് അർഹതപ്പെടാത്തത്, തനിക്ക് അർഹതപ്പെട്ടതിൽ കൂടുതൽ അത് വാരി വലിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഏറ്റവും പ്രായം ചെന്ന ആളുകളാണ് അനന്തരാവകാശ സ്വത്ത് വിഭജനത്തിന്റെ വിഷയത്തിലൊക്കെ ആ സിറ്റിങ്ങിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, ഭയങ്കര കടിപിടി കൂടുന്നതായിട്ട് കാണുക. എന്തിനു വേണ്ടി? അയാൾക്ക് വേണ്ടിയാ, അയാളുടെ കാല് കബറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മക്കൾക്ക് വേണ്ടിയാ. പക്ഷെ ഇത് ചെയ്യരുതെന്നാണ് അല്ലാഹു തആല പറയുന്നത്. മക്കൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി അരുതാത്ത ഒരു ചില്ലിക്കാശ് പോലും നിങ്ങൾ സ്വായത്തമാക്കരുത്. അവരുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ വെറിയാവേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ സ്വാലിഹീങ്ങളായി ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്വാലിഹീങ്ങളായി ജീവിക്കുകയാണെങ്കിൽ അവരെ കാര്യം അല്ലാഹു തആല ഏറ്റെടുക്കും. സർവശക്തനായ, സർവാധിനാഥനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഗ്യാരണ്ടി, ഈ ഇൻഷുറൻസ്, അതിലാണോ നാം അവലംബിക്കേണ്ടത്? അതല്ലെങ്കിൽ പലിശാധിഷ്ഠിത ഇൻഷുറൻസുകളിൽ കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ഭാവി, കുട്ടികളുടെ ഭാവി ഭാസുരമാക്കുകയാണോ വേണ്ടത്? ആലോചിക്കേണ്ടതാണ്. പലിശ ഇടപാടുകളുടെ 100 സുമോഹനമായ വാഗ്ദാനങ്ങളുമായി വീടിന്റെ പടിവാതിൽ കയറി വരുന്നവരോട് പോകൂ പുറത്ത്, അത് നമുക്ക് ജായിസാവുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാനുള്ള ചങ്കൂറ്റം നാം കാണിക്കാറുണ്ടോ? കാണിക്കണം. അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ. മറിച്ച് നാം അതിൽ ഷെയർ ചേർന്നുകൊണ്ട് പിന്നീട് നിൽക്കാനും നോമ്പാക്കിയിട്ട് നടന്നുകൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം അല്ലാഹു തആല ഏറ്റെടുക്കുകയില്ല. കാരണം നമ്മൾ അല്ലാഹുവിനല്ല അവിടെ തവക്കുൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ടതല്ല എന്നല്ല, ചിന്തിക്കണം. ഹലാലായ മാർഗത്തിൽ മാത്രമേ അവർക്ക് വേണ്ടി നാം സമ്പാദിക്കാവൂ. ഹലാലായ ധനം മാത്രമേ അവർക്ക് വേണ്ടി നാം അവശേഷിപ്പിക്കാവൂ എന്നാണ് പറയുന്നത്. എന്നാലേ അല്ലാഹു തആല ഈ ഉറപ്പ്, ഈ വാഗ്ദാനം നൽകിയിട്ടുള്ളൂ. ഈ വാഗ്ദാനം അല്ലാഹു തആല പാലിക്കുകയുള്ളൂ. ഇനി ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫീഹാ, അങ്ങനെ ഈ മാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുന്നവർ അവർ സ്വർഗ അവകാശികളാണ്, അവരതിൽ ശാശ്വതവാസികളാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കൊണ്ടാണ് അല്ലാഹു തആല ഇത് നൽകുന്നത്. അപ്പൊ അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി നന്നായി തീരണം. A to Z, അത് സ്വന്തം വ്യക്തിഗതമായ കാര്യത്തിലായാലും, കുടുംബത്തിന്റെ കാര്യത്തിലായാലും, മക്കളുടെ കാര്യത്തിലായാലും, ഹറാമായ ഒരു കാര്യവും, എന്തിനേറെ പറയുന്നു, ഇതൊന്നും പറഞ്ഞാല് പലർക്കും അങ്ങ് ഡൈജസ്റ്റ് ആവില്ല. നമ്മൾ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കാറുണ്ട്, ജോലിക്ക് പറഞ്ഞയക്കാറുണ്ട്. നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്താണെന്നറിയോ?
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണെന്ന് അറിയാവോ? അവരെ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. വേണമെങ്കിൽ ജോലി ചെയ്യുന്നതിന് വിരോധമില്ല, അത്രയേ ഉള്ളൂ. പെണ്ണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കണം എന്ന് ഒരിക്കലും അല്ലാഹു തആല പറഞ്ഞില്ല. അവരുടെ ഉത്തരവാദിത്തം മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും സഹോദരിയാണെങ്കിലും മാതാവാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തം അല്ലാഹു തആല ആണുങ്ങളാണ് ഏൽപ്പിച്ച ആണുങ്ങൾ അധ്വാനിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കണം, പരിരക്ഷിക്കണം. അതാണ് ആണത്വം, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയായിരുന്നു അംബിയാ മുർസലീങ്ങൾ, അങ്ങനെയായിരുന്നു സ്വഹാബാ കിറാം, അങ്ങനെയായിരുന്നു സലഫു സ്വാലിഹീങ്ങൾ. ആ മാർഗമാണ് നാം അവലംബിക്കേണ്ടത്. എന്നാൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, വേണമെങ്കിൽ സാഹചര്യത്തിന്റെ ചട്ടമനുസരിച്ച് അവർക്ക് ജോലി ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഈ വിദ്യാഭ്യാസത്തിന് അയക്കുമ്പോഴും ജോലിക്ക് അയക്കുമ്പോഴും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടാവണം. ഒരു സ്ത്രീ ഒരു രാവും പകലുമുള്ള യാത്ര ഒരു മെഹറമിന്റെ സാന്നിധ്യത്തിലല്ലാതെ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അയക്കാൻ പാടില്ല. എത്ര വലിയ ഉദ്യോഗത്തിനാണെങ്കിലും ശരി, എത്ര വലിയ യോഗ്യത നേടാനാണെങ്കിലും ശരി, അയക്കാൻ പാടില്ല. നിങ്ങൾക്ക് പഠിപ്പിക്കണോ? കൂടെ ചെല്ല്, എന്നിട്ട് അവിടെ കൊണ്ടുവന്ന ചെന്നാക്കൂ, എന്നിട്ട് വരുന്ന സമയത്ത് പോകെ കൂട്ടി കൊണ്ടുപോവാ. എന്നാൽ രാവിലെ അങ്ങോട്ട് പോയിട്ട് വൈകുന്നേരം എത്തുന്ന യാത്രയാണോ? ഓക്കെ, ജോലിക്കായാലും ശരി, വിദ്യാഭ്യാസത്തിനാണെങ്കിലും ശരി. പിന്നെ അതുപോലെ തന്നെ നേരം മോന്തിയാകുന്നതിന് മുൻപ് തിരിച്ചെത്തുന്ന ഒരു യാത്രയാണ് ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ ശറഅ് അംഗീകരിച്ചിട്ടുണ്ട്. അതിലപ്പുറമുള്ളത് വിരോധിച്ചിട്ടുള്ളതാണ്. ഹജ്ജിന് പോലും പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ടല്ലേ ബാക്കി കാര്യം, ഹജ്ജിന് പോലും. ഇതൊന്നും ആരും പറയാൻ കൂട്ടാക്കുന്നില്ല. പറഞ്ഞാൽ ആർക്കും ഇഷ്ടമാകുകയുമില്ല. ആർക്കും എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ സന്താനങ്ങൾ പോലും സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത കാലഘട്ടമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് സൃഷ്ടികളുടെ സ്നേഹം നേടാൻ ശ്രമിക്കുന്നുവെങ്കിൽ, സൃഷ്ടികളുടെ തൃപ്തി നേടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അള്ളാഹു അവരെ വെറുക്കും, സൃഷ്ടികളും അവരെ വെറുക്കും. ഇനി അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി ആരെങ്കിലും സൃഷ്ടികളെ വെറുപ്പിക്കുന്നുവെങ്കിൽ, അവരകറ്റുന്നുവെങ്കിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, ജനങ്ങളും അവരെ ഇഷ്ടപ്പെടും. പക്ഷെ കാലം, നേരം അതൊക്കെ ഒന്ന് വേറെയായിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തി അതിലാക്കിയാൽ മതി, സൃഷ്ടികളുടേത് നോക്കണ്ട. അത് പക്ഷേ പിന്നീടായിരിക്കും. ഒരു പക്ഷേ ഈ പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ പലരും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് വഫാത്തായിട്ട് അത് കേൾക്കുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആ റഹീം ഉസ്താദ് പറഞ്ഞത് എനിക്കന്ന് ദഹിച്ചിട്ടില്ല. കാരണം ഞാൻ സമൂഹത്തിന്റെ ആ മെയിൻ സ്ട്രീമിലൂടെ അങ്ങനെ ജീവിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയായിരുന്നു. പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതകാലത്ത് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളെ വെറുപ്പിച്ചു. എന്നിട്ടോ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അത്ര ജനകോടികൾ വേറെ ആരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയായ ക്രിസ്ത്യാനികൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സ്നേഹിക്കുന്നു, മുസ്ലിങ്ങൾ സ്നേഹിക്കുന്നു, ജൂതന്മാർ സ്നേഹിക്കുന്നു. ലോക ജനതയുടെ മെജോറിറ്റിയായി ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി സൃഷ്ടികളുടെ വെറുപ്പ് സമ്പാദിച്ചാൽ, അപ്പൊ നാം ഇവിടെ ഭാര്യക്ക് ഇഷ്ടാവില്ല, ആ മോളെ ജോലി അവിടെ ഇന്ന സ്റ്റേജിലാണ്, അങ്ങോട്ട് പറഞ്ഞേക്കണ്ടെന്ന് പറഞ്ഞ മൂപ്പത്തിയർക്ക് ഇഷ്ടമാണ്, തൽക്കാലം മിണ്ടാതിരിക്കുക. അല്ല, മക്കള് സ്വീകരിക്കൂല, അവര് വെറുക്കും എന്നല്ല. അത് ആ സാഹിബ് ഈ സാഹിബൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇഷ്ടാകൂല, പറയുന്നത് തൽക്കാലം മിണ്ടല്ല. അല്ലാഹു തആലാന്റെ വെറുപ്പാണ് ഇവിടെ ലഭിക്കുക. എന്നിട്ടോ ഭാവിയില് ബാക്കിയുള്ളവരെ സ്നേഹം നേടാൻ കഴിയോ? നത്തിങ്.
അള്ളാഹുവിന്റെ സ്നേഹം ഫസ്റ്റ് ഓഫ് ഓൾ, അത് മാത്രം ലക്ഷ്യം വെച്ചാൽ മതി. അത് ലഭിക്കണമെങ്കിൽ അള്ളാഹു താല തൃപ്തിപ്പെടുന്ന അള്ളാഹു താലാന്റെ കൽപ്പനകൾ പറഞ്ഞേ പറ്റൂ. ആർക്ക് ബോധിക്കുന്നു, ആർക്ക് ഇഷ്ടപ്പെടുന്നു, നോക്കുന്ന പ്രശ്നമേ ഇല്ല, നോക്കാൻ പാടില്ല. ആ മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ പിന്നീട് ഈ ജനങ്ങൾ പോലും ഇഷ്ടപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം. അതല്ലേ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ദഅവത്തുമായി വന്നപ്പോ നബിയിൽ വിശ്വസിച്ച അംഗുലി പരിമിതരായ സ്വഹാബികൾ അവർ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചു മുന്നോട്ട് പോയി. ജനങ്ങളൊക്കെ വെറുത്തു. ശരിയാണ്. കാലം മുന്നോട്ട് പോയപ്പോ എന്ത് സംഭവിച്ചു? അതേ നാട്ടിലുള്ള എല്ലാവരും അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്ന, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ? നാം ലക്ഷ്യം വെക്കേണ്ടത് അതാണ്. ഇപ്പോ നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടക്കാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, റിയാദുസ് സാലിഹിന്റെ ഉള്ളിലുള്ളവരാവട്ടെ, പുറത്തുള്ളവരാവട്ടെ, ആരെന്ത് പറയുന്നു, ആരെന്ത് വിചാരിക്കുന്നു നോക്കുകയേ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണോ അതങ്ങ് പറയാ. അപ്പൊ പറഞ്ഞു വരുന്നത് നാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. എന്നാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, നമുക്ക് ഭയപ്പെടേണ്ടതുമില്ല. ഇനി ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യനോട് അവന്റെ മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ നാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. വസിയ്യത്ത് എന്ന പദമാണ് മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ അല്ലാഹു തആല ഖുർആനിൽ ആവർത്തിച്ച് പ്രയോഗിച്ചത്. കൽപ്പന, എല്ലാ കൽപ്പനയും വസിയ്യത്തല്ല. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൈകാരികമായ, അങ്ങേയറ്റം ഹൃദയസ്പർക്കായ രൂപത്തിൽ ഒരു കാരണവശാലും മാറ്റിവെക്കാതെ, നീക്കിയും ചരിച്ചും വെക്കാതെ അപ്പടി പ്രവർത്തികമാക്കേണ്ട ഉപദേശം എന്നതിന്റെ അർത്ഥം. തഫ്സീറുകളിൽ ഊന്നി ഉപദേശിക്കുക എന്നാണ് വസിയ്യത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അല്ലാഹു തആല ഊന്നി ഉപദേശിച്ചിരിക്കുന്നു മാതാപിതാക്കന്മാരുടെ കാര്യം. അവരുടെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇഹ്സാന, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. ആ വിഷയം നമ്മളിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ വേറെ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് പിന്നൊരു അവസരത്തിൽ ആവാം. എന്താണ് ഇങ്ങനെ ഊന്നി ഉപദേശിക്കാൻ കാരണം? ഹമലത്ഹു ഉമ്മുഹു കുർഹൻ, മാതാവ് അവനെ അങ്ങേയറ്റത്തെ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്നത്. അതിനേക്കാൾ ക്ലേശം സഹിച്ചുകൊണ്ടാണ് നൊന്ത് പ്രസവിച്ചത്. കഴിഞ്ഞില്ല. വഹംലുഹു വഫിസാലുഹു 30 ശഹറാ, ഗർഭകാലവും മുലയൂട്ടൽ കാലവും എല്ലാം കൂടി 30 മാസക്കാലം അവർ ക്ലേശത്തോടെയും ത്യാഗത്തോടെയും ഊണും ഉറക്കവും ഒക്കെ ഒഴിച്ച് കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. ഇവിടെ മാതാപിതാക്കന്മാരോട് കുറിച്ച് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മാന്റെ കാര്യം മാത്രമേ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഉമ്മ സഹിച്ച ക്ലേശങ്ങളെ കുറിച്ച് മാത്രമേ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് പറയാറുള്ളത്, നമുക്ക് കൂടുതൽ കടപ്പാട് ഉമ്മയോടാണ്. സ്വദാസനം പറഞ്ഞല്ലോ, 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ ആരോടാണ് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്, ആരോടാണ് ഏറ്റവും നന്നായി വർത്തിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൂക്ക ഉമ്മൂക്ക ഉമ്മൂക്ക. 4ാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു അബൂക്ക, നിന്റെ പിതാവ്. എന്നാൽ മുഫസ്സിരീങ്ങൾ ഇവിടെ വേറൊരു കാര്യം കൂടെ എടുത്തു പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, ഒരു മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്ന ക്ലേശവും ത്യാഗവും കഷ്ടപ്പാടും ആ മകൻ ഒരിക്കലും കാണുന്നില്ല, അനുഭവിക്കുന്നുമില്ല. അവന്റെ ബോധമണ്ഡലം, അവന്റെ ഓർമ്മശക്തി പൂർണ്ണമാകുന്നതിന് മുൻപ് ശൈശവ ഘട്ടത്തിലാണ് ഈ പ്രസവവും മുലയൂട്ടലൊക്കെ. ഒരിക്കലും തൻ്റെ മാതാവ് തനിക്ക് വേണ്ടി അനുഭവിച്ച ക്ലേശം അവൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നത്. എന്നാൽ പിതാവ് മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങള്, കഷ്ടപ്പാടുകൾ, അത് മക്കളുടെ കൺമുമ്പാകെയാണ്. മക്കൾക്ക് നല്ല കണ്ണു തുറന്ന് കാണാവുന്ന, അവർക്ക് അനുഭവിക്കാവുന്ന ഒരു പ്രായം എത്തുമ്പോൾ
പിതാക്കന്മാർ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കോ പണത്തേക്കോ പറമ്പിലേക്കോ കച്ചവട സ്ഥാനത്തിലേക്കോ പോകുന്നു. അങ്ങനെ അവർ ചൂടും തണുപ്പും എല്ലാം അനുഭവിച്ച് വൈദേശിക യാത്ര നടത്തി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവരുടെ ജീവിതായോധനത്തിന് വേണ്ടി, അവരുടെ ഫീസ് കൊടുക്കാനും വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒക്കെ പിതാക്കന്മാർ സഹിക്കുന്ന ത്യാഗവും അവരുടെ സേവനവും മക്കളുടെ കൺമുമ്പാകെയുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അത് ഇവിടെ എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. മാതാവിൻ്റെത് അങ്ങനെയല്ല, അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു തആല അത് ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുകയാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു പോയിന്റാണ്, നാം അത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇവിടെ 30 മാസമാണ് ഗർഭകാലവും മുലകുടി പ്രായവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ ബഖറയിൽ 233-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. മാതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ 2 വർഷം മുലയൂട്ടണം. അപ്പൊ 24 മാസമാണ്. ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ, പൂർണ്ണമായി മുലയൂട്ടാൻ ആഗ്രഹിക്കുന്നവർ. അപ്പൊ 2 വർഷമേ മുലയൂട്ടേണ്ടൂ. പൂർണ്ണമായി മുലയൂട്ടാൻ ആഗ്രഹിക്കുന്നവർ അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ മുലകുടി നിർത്താം. ഇവിടെ ആവട്ടെ ഹംലുഹു വഫിസാലുഹു, മുലകുടി പ്രായവും ഗർഭകാലം കൂടെ 30 മാസം പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മുലകുടി പ്രായമായ 24 അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ഗർഭകാലം 6 മാസം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നമ്മുടെയൊക്കെ കണക്ക് കൂട്ടൽ പ്രകാരം പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത് 10 മാസം തികഞ്ഞ് പ്രസവിക്കുക എന്നാണ്. 9 മാസവും ഏതാനും ദിവസമാണ് അതിന്റെ കണക്ക്. ചില സ്ത്രീകൾക്ക് ചില്ലറ ഏറ്റക്കുറവുകൾ ഉണ്ടാവും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരു വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസം തികഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പ്രസവിച്ചു. അപ്പോൾ ഭർത്താവ് പരാതിയുമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു സമീപിച്ചു. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് 6 മാസം തികഞ്ഞപ്പോൾ പ്രസവിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ കുട്ടിയല്ല, എനിക്ക് അതിൽ നിന്ന് ആ വിവാഹബന്ധം ഏർപ്പെടുത്തി തരണം. അപ്പോ വ്യക്തമായി വ്യഭിചാരം തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ സാക്ഷികൾ വേണം 4, അതല്ലെങ്കിൽ ഗർഭം ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ പ്രസവിച്ചിരിക്കണം. എന്നാൽ അത് വ്യഭിചാരമായി പരിഗണിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും, ഭർത്താവിൽ നിന്ന് വേർപിരിക്കുകയും ചെയ്യും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രത്യക്ഷത്തിൽ ഇത് സ്വീകരിച്ചുകൊണ്ട് ആ സ്ത്രീ കുറ്റക്കാരിയാണ് എന്ന് വിധിച്ചു. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം അറിഞ്ഞു. അദ്ദേഹം ഓടി വന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്ത് ഓതിക്കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന്റെ ഗർഭകാലവും മുലകുടിപ്രായവും കൂടി 30 മാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ മുലകുടി പ്രായം 2 വർഷമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 30 മാസത്തിൽ നിന്ന് മുലകുടി പ്രായമായ 24 കഴിച്ചാൽ 6 മാസമാണ് ഗർഭകാലമായി അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് 6 മാസം തികഞ്ഞ് പ്രസവിച്ച ഒരു സ്ത്രീയുടെ ആ ഗർഭം അത് സാധുവാണ്, അങ്ങനെ സംഭവിക്കാമെന്ന് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ സ്ത്രീക്കെതിരെയുള്ള വിധി റദ്ദാക്കുകയും ഭർത്താവിനോട് വൈവാഹിക ജീവിതം തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ഡോക്ടർമാര് ഇത് ശരിവെച്ചിട്ടുണ്ട്. ഒരു 6 മാസം പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ശിശുവെ പ്രസവിക്കാം, ഒരു ശിശു പൂർണ്ണ വളർച്ചയെത്താം എന്ന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി ഖുർആന്റെ ഒരു അമാനുഷികത എന്ന നിലക്ക് നാം ഇതിവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ ഈ കുഞ്ഞ് മുലകുടി പ്രായമൊക്കെ കഴിഞ്ഞു, അത് വലുതായി, അത് യൗവനം പ്രാപിച്ചു. ബലഗ 40 സന, 40 വയസ്സ് പ്രായമെത്തിയപ്പോൾ, 40 വയസ്സായി പറഞ്ഞാൽ കാല, അപ്പോ ആ യുവാവ് ദുആ ചെയ്യണം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അപ്പോ ഒരു 40 വയസ്സ് വരെ ചോരത്തിളപ്പിന്റെയും കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും വളപ്പിന്റെ ഒരു പ്രായമായിരിക്കും.
എന്നാൽ ഒരു 40 വയസ്സ് തികയുമ്പോഴാണ് ഒരാൾക്ക് പൂർണ്ണമായ ഒരു വിവേകം എത്തുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ. പിന്നീട് അവനിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ നിലപാട് അത് തീർത്തും പക്വതയുടെയും പാകതയുടേതും ആയിരിക്കും. അഥവാ അപ്പോഴേ അങ്ങനെ പക്വത എത്തുകയുള്ളൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പ്രവാചകത്വം നൽകിയത് 40-ാമത്തെ വയസ്സിലാണ്. ഒരുമാതിരി പ്രവാചകന്മാർക്കൊക്കെ തന്നെ യുവത്വത്തിന്റെ ആ ചോരത്തിളപ്പൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടാണ് പ്രവാചകത്വം എന്ന വലിയ ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പാകതയും പക്വതയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സാന്ദർഭികമായിട്ട് ഞാൻ ഇന്ന് 2 വക്കീലന്മാരായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയ സംഗതിയാണ്. അതായത് മനുഷ്യന്റെ ജീവിതം കൊണ്ട് പന്താടുന്ന ജോലിയാണല്ലോ ജഡ്ജിമാർക്ക് നിർവഹിക്കാനുള്ളത്. ഒന്നുകിൽ അവരെ വർഷങ്ങളോളം തടവിലിടലായിരിക്കും, ചിലപ്പോൾ തൂക്കുകയറായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അത് നല്ല പാകതയും പക്വതയും വിവേകമൊക്കെ എത്തിയിട്ട് വേണം ആ ദൗത്യം നിർവഹിക്കാൻ. എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കുക 50 വയസ്സ് തികഞ്ഞവർക്ക്. എന്ന് മാത്രമല്ല റിട്ടയർമെന്റ് പ്രായത്തിലും വ്യത്യാസമുണ്ട്. ഹൈക്കോടതിയിലെ ജഡ്ജിമാർ 62 വയസ്സാകുമ്പോഴേ റിട്ടയർ ആവുള്ളൂ. സാധാരണ ഗവൺമെന്റ് ജീവനക്കാരതിന് മുമ്പ് റിട്ടയർ ആവും. എന്താണ് ഇതിൽ നൽകുന്ന സൂചന? അവര് ഈ പ്രായം അങ്ങോട്ട് ചെല്ലുമ്പോ കൂടുതൽ പക്വതയും അനുഭവ പരിജ്ഞാനമൊക്കെ ആർജിച്ചിട്ടുണ്ടാവും. അപ്പൊ ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടേണ്ടവർ ഈ പ്രായപരമായ പക്വതയിൽ എത്തിയവരായിരിക്കണം എന്ന് ആധുനിക സമൂഹം പോലും ശരിവെച്ചിരിക്കുകയാണ്. ഇത് തന്നെ ജില്ലാ കോടതി ജഡ്ജിയായിട്ട് നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ 35 വയസ്സായിരിക്കണം. ഒരു 20-22 വയസ്സാകുമ്പോൾ സർവീസ് ആരംഭിക്കുമല്ലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ. പക്ഷെ ജഡ്ജി ആയിട്ട് നിയമിക്കണമെങ്കിൽ ജില്ലാ കോടതിയിൽ 35 വയസ്സ്. സുപ്രീം കോടതിയിലാവട്ടെ റിട്ടയർമെന്റ് പ്രായം 65 വയസ്സാണ്. അപ്പോ ഒരു 40 അങ്ങ് പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ പ്രായം ചെല്ലുമ്പോ പിന്നെ ഒരു 70 കഴിയുമ്പോ പിന്നെ മെമ്മറി പ്രശ്നമൊക്കെ വരും, അത്തും പിത്തും പറയുന്നൊക്കെ ഒരു അവസ്ഥ വരും. അങ്ങോട്ട് പോകാനും പാടില്ല. അങ്ങനെ ഉള്ളവർക്ക് അല്ലാഹു തആല ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു തത്വം, ഈ തത്വം ആധുനിക സമൂഹം ശരിവെക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് സർവലോക പരിപാലകനായ മനുഷ്യനെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നതിന് ബലഗ 40 എന്ന വാക്കിൽ പോലും ആ മുഅ്ജിസത്ത്, അമാനുഷികത നമുക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങനെ 40 വയസ്സ് തികഞ്ഞ ആളുടെ ദുആയാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. ഇത് നാം പഠിക്കുകയും നമ്മുടെ പതിവ് ദുആകളിലൊക്കെ ഉൾപ്പെടുത്തുകയും വേണം. പ്രത്യേകിച്ച് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ അറഫയിലൊക്കെ പലരും ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹു തആല ഒരു സംഘത്തിന്റെ അമീറായിക്കൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകം നാം ഉൾപ്പെടുത്തേണ്ട ദുആകളിൽ ഒന്നാണിത്. എന്താണ്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈഹി. നാഥ, എനിക്ക് നീ നൽകിയ കണക്കല്ലാത്ത അനുഗ്രഹങ്ങൾക്ക് നിനക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് നീ ഉദവി നൽകി അനുഗ്രഹിക്കണമേ. നമ്മളൊക്കെ എത്ര അനുഗ്രഹങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും നമ്മൾ ഒരിക്കലും ശുക്ർ ചെയ്യുന്നില്ല. പൂർണ്ണമായി ശുക്ർ ചെയ്യുക സാധ്യമേ അല്ല. എന്നാൽ സാധ്യമായ അളവിൽ നിനക്ക് നീ നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ, നന്ദി പ്രകടിപ്പിക്കാൻ എനിക്ക് നീ ഉദവി നൽകണമേ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കന്മാർക്കും നീ നൽകിയ നിഅമത്തുകൾക്ക് ഞാൻ മകൻ എന്ന നിലക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. നാം ആളായിട്ടുണ്ടെങ്കിൽ, നാം വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ, നാം നല്ല തൊഴിൽ നേടിയിട്ടുണ്ടെങ്കിൽ, നാം ഇപ്പോൾ എത്തിച്ചേർന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അല്ലാഹു തആല നിയമത്ത് നൽകിയത് കൊണ്ടാണ്. നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ വളർത്തി വലുതാക്കി ആളാക്കുവാൻ, നാം ഇപ്പോൾ എത്തേണ്ടടുത്ത് എത്തിക്കാൻ
നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അല്ലാഹു തആല നിഅമത്ത് ചെയ്തത് കൊണ്ടാണ്. ആ നിഅമത്തിനു കൂടി ശുക്ർ ചെയ്യാൻ എനിക്ക് നീ ഉദവി നൽകി അനുഗ്രഹിക്കണമേ. പാകതയുടെ, പക്വതയുടെ, വിവേകത്തിന്റെ ശബ്ദം, യുവത്വത്തിന്റെ ചോരത്തിളപ്പിന്റെ കാലത്ത് ഇത് ഈ രൂപത്തിൽ ഇങ്ങോട്ട് വരികയില്ല. എന്നിട്ടോ ഇന്നി തുബ്തു ഇലൈക, കഴിഞ്ഞില്ല, മാതാപിതാക്കന്മാരുടെ ഇത് കഴിഞ്ഞു. വഅസ്ലിഹ് ലീ ഫീ ദുരിയതി, എന്റെ സന്താനങ്ങളെ, ദുരിയത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ മാത്രമല്ല, മക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, നമ്മുടെ സന്തതി പരമ്പര. വഅസ്ലിഹ് ലീ ഫീ ദുരിയതി, എന്റെ ദുരിയത്ത്, എന്റെ സന്തതി പരമ്പരകളെ നീ സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാകണേ. ഈ ദുആ നമ്മൾ എപ്പോഴും നടത്തേണ്ട ദുആ. എന്ന് മാത്രമല്ല, ദുആയെ കുറിച്ച് നാം ഓർക്കുമ്പോഴും ദുആ ചെയ്യുമ്പോഴൊക്കെ മുഖ്യമായി പരിഗണിക്കേണ്ടത് എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ ആദ്യമായി സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. അംബിയാ മുർസലീങ്ങളൊക്കെ അങ്ങനെ ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ കാണാം, റബ്ബി ഗ്ഫിർ ലീ, നാഥാ എനിക്ക് നീ പുറത്തു തരണേ. പിന്നെയോ അത് കഴിഞ്ഞാൽ മക്കൾക്കാ, നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. നമ്മളെ ഫസ്റ്റ് പ്രിയോറിറ്റി വരിക ഭാര്യ സന്താനങ്ങളാണ്. അങ്ങനെയല്ല, ഭാര്യ സന്താനങ്ങളൊക്കെ ഉണ്ടായത് നമ്മളെ മാതാപിതാക്കന്മാർക്ക് ശേഷമാണ്. അവരാണ് നമ്മളെ ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ പെറ്റുപോറ്റി വളർത്തിയ ആളാക്കിയിട്ടുള്ളത്. അവരാണ് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ പരിഗണന. ദുആയിലും അങ്ങനെയാണ്. അംബിയാ മുർസലീങ്ങൾ അങ്ങനെയായിരുന്നു. വിവേകപ്രായമെത്തിയവരുടെ വിവേകത്തിന്റെ ശബ്ദം അതായിരുന്നു എന്നാണ് അല്ലാഹു തആലയോട് പറയുന്നത്. സ്വന്തത്തിന് വേണ്ടി ആദ്യം, പിന്നെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, പിന്നെ ഈ തർത്തീബ് നമ്മൾ തെറ്റിക്കാൻ പാടില്ല. ഇത് തെറ്റിക്കുന്നുവെങ്കിൽ നമ്മുടേത് വിവേകത്തിന്റെ ശൈലിയല്ല, വിവേകത്തിന്റെ രീതിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇത് പാലിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ സങ്കുചിതത്വം, നമ്മുടെ സ്വാർത്ഥത, അത് നമുക്ക്, നമ്മുടെ മക്കൾക്ക്, എനിക്കും എന്റെ കെട്ടിയവനും പിന്നെ തട്ടാനും എന്ന സങ്കുചിതത്വത്തിന്റെ രീതിയല്ലേ എല്ലാ വിഷയങ്ങളിലും നമുക്കുണ്ടാവാറുള്ളത്? ആദ്യമായി നമ്മുടെ ദുആ പുനഃപരിശോധിക്കുക, അത് പുനഃപ്രതിഷ്ഠിക്കുക യഥാർത്ഥമായ അവസ്ഥയിൽ. എന്നിട്ട് നമ്മുടെ പ്രിയോറിറ്റി എപ്പോഴും ഈ രൂപത്തിലായിരിക്കണം. മാതാപിതാക്കന്മാർ, പിന്നെ മക്കൾ. മക്കളുടെ കാര്യത്തിൽ നമ്മൾ ദുആയിൽ വളരെ മുമ്പിലാണ്. മാഷാ അല്ലാഹ്, എല്ലാവരും മുമ്പിലാണ്. അത് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും മാഷാ അല്ലാഹ്, എന്നോട് ഏറ്റവും കൂടുതൽ സാക്ഷാൽ റിയാദ് സ്വാലിഹീനിൽ തന്നെ ഉള്ള പിന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് എന്താന്ന് ചോദിച്ചാൽ മക്കളെ കാര്യമാണ്, മക്കളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. അങ്ങനെയാണ്. എനിക്ക് നല്ല ആളുകളെ വരെ ഓർമ്മയുണ്ട്. അത് വേണ്ടെന്നല്ല, വേണം. മക്കളുടെ വിദ്യാഭ്യാസം തീർച്ചയായും മാതാപിതാക്കന്മാരുടെ ഫസ്റ്റ് പ്രിയോറിറ്റിയിൽ വരേണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രിയോറിറ്റി കൊടുക്കേണ്ടത് അതിനല്ല. മക്കൾ തീർത്തും നിരക്ഷരരാണെന്ന് കരുതുക, അക്ഷരം പോലും അവരെ പഠിപ്പിച്ചിട്ടില്ല എന്ന് കരുതുക. എന്നാൽ ആ മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടത്. എന്റെ സന്തതി പരമ്പരകളെ നീ സ്വാലിഹീങ്ങളാക്കണമേ എന്നാണ്. നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു, PhD ഉണ്ടാക്കി, അതിന്റെ അങ്ങേപ്പുറം പോയി എന്ന് കരുതുക. എന്തൊക്കെയാ ഇവിടെ ആർജിക്കാവുന്ന യോഗ്യത ഒക്കെ ആർജിച്ചു, ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷേ ഈ മക്കൾ നമുക്ക് ഈ ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ നമുക്ക് ഉപകരിക്കണമെങ്കിൽ, ഇനി എന്നല്ല അവരുടെ ഭാവി നന്നായി തീരണമെങ്കിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. കാര്യം ഉണ്ടാകുക എപ്പോഴാന്ന് വെച്ചാൽ അവർ സ്വാലിഹീങ്ങൾ കൂടിയാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ സ്വാലിഹീങ്ങളായ മക്കളാണെന്ന് കരുതുക, അവരെത്ര വലിയ ഹൈ ക്വാളിഫൈഡ് ആയിക്കോട്ടെ, എത്ര ഉന്നത പദവിയിലായിക്കോട്ടെ, അതെല്ലാം അവർക്ക് ഗുണകരമായി തീരും. കാരണം ആ പദവിയും അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളും സ്വാധീനവും അധികാരമൊക്കെ ഇവിടെ ഈ ലോകത്ത് ഇസ്ലാഹ് ഉണ്ടാക്കി തീർക്കാൻ, ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ, അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ, അവർക്ക് മാതൃക കാണിക്കാൻ, ഒരു ഉന്നത സ്ഥാനത്തുള്ള ആൾ മാതൃകാപരമായ ജീവിതം നയിക്കുമ്പോൾ അത് സ്വയം തന്നെ ഒരു പ്രബോധനമായി തീരും. അപ്പൊ ആള് സ്വാലിഹായിരിക്കെ ഈ പറഞ്ഞ സ്ഥാനത്തൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. എന്നാൽ ആള് സ്വാലിഹല്ല. ശേഷം അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് അവരെ കുറിച്ച്. വലിയ ഉന്നത സ്ഥാനത്തെത്തി,
അധികാര സോപാനത്തില്, അതുമാതിരി തന്നെ ഔദ്യോഗിക സ്ഥാനത്ത്, ഒരു പക്ഷേ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്ത് 0, വെറും വട്ടപൂജ്യമാണ്. ഒരു കാര്യമില്ല. വിവരമുള്ളതോടൊപ്പം അല്ലാഹു തആല വഴി പിഴപ്പിച്ചവരെ കണ്ടുപോ എന്ന് ചോദിച്ചില്ലേ നമ്മളെ ഈ സൂറത്തുൽ ജാസിയയില്? ആ അവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയോറിറ്റി അവരെ വലിയ ഉന്നത വിദ്യാഭ്യാസം നൽകി ആക്കണം എന്നതല്ല, പ്രിയോറിറ്റി അവരെ സ്വാലിഹാക്കണം എന്നാണ്. അപ്പൊ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുമ്പോൾ ആരോട് ചെയ്യുകയാണെങ്കിലും മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. സ്വയം ചെയ്യേണ്ടത്, വസിയത്ത് ചെയ്യേണ്ടതും. അത് കഴിഞ്ഞിട്ട് 2ാം സ്ഥാനത്താണ് അവര് നന്നായിട്ട് പഠിക്കാന്, നല്ല മാർക്കോട് കൂടി ജയിക്കാന്, നല്ല ജോലി കിട്ടാൻ, ഒക്കെ 2ാം സ്ഥാനത്താണ്. ദുനിയാവ് 2ാം സ്ഥാനം. പ്രിയോറിറ്റി ഓൾവേസ് ആഖിറത്തിന്, ഓൾവേസ് ദീനിന്, ഓൾവേസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറ്റേണ്ടത്. പ്രത്യേകിച്ച് ഹജ്ജിന് നിയത്ത് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം, ഇനി നിയത്ത് ചെയ്യാത്തവർ പിന്നെ ഹജ്ജ് ചെയ്യും, ഉംറക്ക് പോവൊക്കെ ചെയ്യും. ഈ പ്രിയോറിറ്റി അനുസരിച്ചാണ് അവിടെ ചെന്ന് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു തആല സ്വീകരിക്കും. മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടിയിട്ട്. അതാണ് വിവേകത്തിന്റെ ശബ്ദം. മറ്റേത് വിവേകത്തിന്റെ ശബ്ദമൊന്നുമല്ല. മറ്റേത് സ്വാർത്ഥതയുടെയും സംകുചിതത്വത്തിന്റെയും ഈ ദുനിയാ പ്രിയത്തിന്റെ ഒക്കെയാണ്. ഇന്നി തുബ്തു ഇലൈക്, ഞാൻ നിന്നോട് ഇതാ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. എനിക്ക് ഈ വിവേകമൊക്കെ എത്തുന്നതിന് മുമ്പ് എന്റെ യുവത്വത്തിന്റെ പളപളപ്പിൽ ഞാൻ ഇതിന് ഒന്നൊക്കെ വിരുദ്ധമായി കൊണ്ടാണ്, ഒരു പക്ഷേ അതല്ലെങ്കിൽ ഇതിനൊന്നും പരിഗണന കൊടുക്കാത്ത രൂപത്തിലാണ് അള്ളാഹുവെ ഞാൻ ജീവിച്ചു പോയത്. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ഞാനിതാ ശരിയായ ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് അവിടെ വെച്ച് അവർ ദുആ ചെയ്യും. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു. നല്ല ദുആയാണ്, ഹൃദയസ്പർശമായ ദുആയാണ്. ആശയം മനസ്സിലാക്കിക്കൊണ്ട് ദുആ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലേക്ക് ഈ ദുആ മാത്രം മതി എന്നതാണ്, ആഖിറത്തിലേക്കും അതെല്ലാം മതി. അപ്പോ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കാം. എന്നിട്ട് അല്ലാഹു തആല പറയാ, ഇങ്ങനെ വിവേകത്തിന്റെ ശബ്ദം, വിവേകത്തിന്റെ നിലപാട്, വിവേകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കുന്നവർ, ഉലൈക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അക്കൂട്ടരുടെ എല്ലാ സൽക്കർമ്മങ്ങളും നാം സ്വീകരിക്കുന്നതാണ്. വനതജാവസു അൻ സയ്യാതിഹിം, അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ അങ്ങ് വിട്ടുപുറത്ത് കളയും, അന്നും പിന്നെ വെച്ചേക്കൂല. കഴിഞ്ഞ കാലത്ത് അവിവേകത്തിന്റെ പേരിൽ യുവത്വത്തിന്റെ വളവളപ്പിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കുകയില്ല. വനതജാവസു അൻ സയ്യാതിഹിം, അതെല്ലാം നാം വിട്ടുകളയും, മായ്ച്ചു കളയും. ഫി അസ്ഹാബിൽ ജന്ന, അവരെ നാം സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തും. അവരുടെ ആ തെറ്റുകുറ്റങ്ങളൊന്നും ഒരിക്കലും അല്ലാഹു തആല പരിഗണിക്കുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന സത്യസന്ധമായ വാഗ്ദാനമാകുന്നു. എന്താണിപ്പോ നമുക്ക് വേണ്ടത്? ഈ വാഗ്ദാനം കരസ്ഥമാക്കാൻ, ഇത് സ്വായത്തമാക്കാൻ ആയിരിക്കണം നമ്മുടെ തീവ്രമായ പരിശ്രമം. ഇനിയോ ഇതിന്റെ ഓപ്പോസിറ്റ്, ഇതിപ്പോ നല്ലവരായ മക്കളെ കുറിച്ചായി പറഞ്ഞേ. ഇനി വേറൊരു കൂട്ടരെ പറ്റി പറയാം. വല്ലദീ ഖാല ലിവാലിദൈഹി, മാതാപിതാക്കന്മാരോടുള്ള അവരുടെ സംസാരം എന്താണ്? ഉഫ്ഫിൽ ലക്കുമാ, എന്തെന്ന് വർത്താനങ്ങൾ ഈ പറഞ്ഞു. അതഴിദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, നമ്മളൊക്കെ മരിച്ചങ്ങ് മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മളെ ഹയാത്താക്കും. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന നിസ്കാരത്തിനും നോമ്പിനൊക്കെ കൂലി തരും, നമ്മളിവിടെ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കൊക്കെ ശിക്ഷ തരും എന്നൊക്കെ പറയും. ഉഫ്ഫിൽ ലക്കുമാ, എന്ത് വർത്താനാണ് മങ്ങൾ ഈ പറയണത്? കിരിക്കാൻ പറയുമ്പോ പറയണേ. അല്ലെങ്കിൽ റമദാൻ മാസത്തില് പച്ചപ്പകല് പിന്നെ എന്താ പറയാ, നോമ്പെടുക്കാതെ തിന്നും കുടിച്ചൊക്കെ ജീവിക്കുമ്പോ അത് ചോദ്യം ചെയ്യുമ്പോ പറയുന്ന വർത്താന ഉമ്മാനോട് ഉപ്പാനോടൊക്കെ. അതല്ലെങ്കിൽ അല്ലാഹു തആലയുടെ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോ, അത് ഏതൊരു ഖൈറായ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും ഉഫ്ഫിൽ ലക്കുമാ അതഴിദാനിനി, നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുക,
രണ്ടാമത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഖബറിനൊക്കെ ഉണ്ടാകുന്നതാണ് വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്റെ മുമ്പ് എത്രയോ ജനകോടികൾ തലമുറകളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ എന്നെ അങ്ങോട്ട് രണ്ടാമത് പൊക്കുന്ന് പറയാ. വളരെ മാതാപിതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട ഒരു അദബും അമർച്ചയും ഇല്ലാത്ത പ്രയോഗമാണ്, വാക്കാണ്. ചില ഉമ്മാരോടും മക്കളോട് വാപ്പാരോടൊക്കെ ചില മക്കൾ സംസാരിക്കുന്നത് കേട്ടാണ്ടല്ലോ. എന്നാൽ തങ്ങളുടെ മക്കൾ അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഈ വഴികേടിന്റെ വാക്കുകൾ, ഈ ധിക്കാരം, അതിൽ മനം നൊന്തുകൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു പോകും. അവർ അള്ളാഹുവിനോട് സഹായം തേടും. വൈലക ആമീൻ. എന്നിട്ട് അവർ വീണ്ടും മക്കളോട് പറയും, നിനക്ക് നാശം, നിന്റെ ഈ പോക്ക് ശരിയല്ല, നീ നേരായ മാർഗത്തിലല്ല, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ഫയഖൂൽ. എന്താണ് അവരുടെ മറുപടി? നേരത്തെ പറഞ്ഞ വിവേകത്തിന്റെയും പക്വതയുടെയും ഒന്നും പ്രതികരണമല്ല അവരുടെ ഭാഗത്ത് നിന്ന്. മഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ. കളി പറയുന്നതൊക്കെ പഴയ ആൾക്കാരുടെ ചില പുരാണങ്ങള്, ഐതിഹ്യങ്ങളൊക്കെയാണ്. ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ ജീവിക്കുക. ഇവിടെ വെച്ച് ഒന്നും കൂടെ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. മക്കളുടെ അവർ നന്നായി തീരാൻ വേണ്ടി, അവർ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി നമ്മൾ നിരന്തരം ദുആ ചെയ്യണം. ദുആ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ പ്രവർത്തനത്തോടൊപ്പമുള്ള പ്രാർത്ഥനയെ അല്ലാഹു തആല സ്വീകരിക്കും. മക്കൾക്ക് ഹിദായത്ത് ലഭിക്കാൻ, മക്കൾ നന്നായി തീരാൻ, അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ വേദഗ്രന്ഥം പഠിക്കാൻ, അതിന്റെ ആശയം മനസ്സിലാക്കാൻ, അതിനൊന്നുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല. കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഭയങ്കര ജാഗ്രതയാണ്, എന്നാൽ ഇതിൽ ആ ജാഗ്രതയൊന്നുമില്ല. എന്നിട്ട് അവിടെ മക്കത്ത് പോയി ദുആ ചെയ്താൽ പറ്റില്ല. മക്കത്ത് നിന്ന് എവിടെ പോയി ദുആ ചെയ്തിട്ടും കാര്യമൊന്നും. അല്ലാഹു തആല ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പ്രവർത്തിക്കണം, അതോടൊപ്പം പ്രാർത്ഥിക്കണം. പ്രവർത്തനവും മക്കൾക്ക് നല്ല ഇസ്ലാമിക ശിക്ഷണശീലങ്ങൾ നൽകി വളർത്തിയെടുക്കാനുള്ള തീവ്രമായ പരിശ്രമം നടത്തുന്നതോടൊപ്പം ദുആ ചെയ്യും. അങ്ങനെയാണോ നമ്മള് മക്കളുടെ വിഷയത്തിൽ അവര് സ്വാലിഹീങ്ങളാവാൻ വേണ്ടിയുള്ള, അവർ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാണോ, അതിൽ നാം ബദ്ധശ്രദ്ധരാണോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അത് രണ്ടാമത് അയച്ചാൻ കൊയ്ച്ചാൻ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. അല്ലാതിരുന്നാൽ മക്കൾ വഴികേടിലാകുന്നതിന്റെ ഉത്തരവാദിത്തം നമുക്കായിരിക്കും. ഉലൈക അല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ, നമ്മുടെ മക്കളായതുകൊണ്ടൊന്നും കാര്യമില്ല. അവരുടെ അവസ്ഥ മുൻകഴിഞ്ഞ ജിന്നുകളും ഇൻസുകളുമായ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം, ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ, ഒരു തീരുമാനമുണ്ട്. എന്താണ്? ഇന്നഹും കാനൂ ഖാസിരീൻ. അവർ നഷ്ടകാരികളായിരിക്കും, നരകാവകാശികളായിരിക്കും. നമ്മുടെ മക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കും. ആ ഒരവസ്ഥ നമ്മുടെ സന്തതികൾക്ക് വരാതിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒന്നാമത്തെ വിഭാഗത്തിന്റെ യോഗ്യത, അവരുടെ ജീവിതം, അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി, അവരുടെ പ്രാർത്ഥന, അത് നാം ഫോളോ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലൂ. രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, ഓരോരുത്തർക്കും, ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള ദറജ, പദവി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. വലിയുവഫിയഹും അഅമാലഹും. അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. വഹും ലാ യുളമൂൻ. ഒരിക്കലും അവരോട് അശേഷം അനീതി പ്രവർത്തിക്കുകയില്ല. ഏതെങ്കിലും ലുഖ്മാൻ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞില്ലേ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ
فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. എന്റെ കുഞ്ഞുമകനെ, നീ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതൊരു കടുകുമണി തൂക്കമാണെങ്കിലും ശരി, അത് നീ ആകാശങ്ങളിൽ വെച്ച് ചെയ്തതായാലും ഏതെങ്കിലും ഭൂമിയുടെ വിജനമായ ഒരു കരിമ്പാറക്കൂട്ടങ്ങൾക്കുള്ളിൽ വെച്ച് ചെയ്തതാണെങ്കിലും അല്ല ഭൂമിയുടെ ഏത് വണം കേറാമുരയിൽ വെച്ച് ചെയ്തതാണെങ്കിലും അല്ലാഹു തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു തആല സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാകുന്നു. ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ പാഴായി പോകുകയില്ല. അല്ലാഹു തആല അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു തരും. ഒരിക്കലും അനീതി അല്ലാഹു തആല പ്രവർത്തിക്കുകയില്ല. എന്നാൽ മറുവിഭാഗത്തിന്റെ അവസ്ഥയോ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിച്ച ആളുകൾ അവരെ നാളെ നരകത്തിന്റെ സമീപത്ത് അല്ലാഹു തആല എങ്ങനെ പ്രദർശിപ്പിക്കും? എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഈ ഐഹിക ജീവിതം നല്ല സുഖാഡംബരപൂർവം സുഖിച്ച് മതിച്ച് അടിച്ച് പൊളിച്ച് നിങ്ങൾ ജീവിച്ചു. നിങ്ങൾ ദുനിയാവിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചില്ലേ? യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ലല്ലോ. ദുനിയാവെന്നാൽ ഒരു പരീക്ഷണമാണെന്നും അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലമാണ് പാരത്രിക ലോകത്ത് ലഭിക്കുക എന്നും അവിടെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ ശിക്ഷയായിരിക്കും എന്നൊക്കെയുള്ള കാര്യം മറന്ന് നിങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു. അതുകൊണ്ട് അന്യായമായി ഭൂമിയിൽ അഹന്തയോടെ അഹങ്കാരത്തോടെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാതെ അങ്ങനെ ജീവിച്ചതിന് ഫലമായി അന്യായമായി നിങ്ങൾ അഹന്ത നടിച്ചതിന് ഫലമായി നിങ്ങൾക്കിതാ എന്ന് നിന്ദ്യമായ ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. നിങ്ങൾ പാപികളായി തെമ്മാടികളായി തോന്നിവാസികളായി ജീവിച്ചതിന് ഫലമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ദിക്ർ ചെയ്തുകൊണ്ട് അവനെ ശുക്ർ ചെയ്തുകൊണ്ട് സാലിഹീങ്ങളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ സന്തതികളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഖബറുകളെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുകയും സ്വർഗ പൂന്തോപ്പിൽ നിന്നുള്ള പൂന്തോപ്പാക്കി തീർക്കുകയും ചെയ്യുമാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരെയും അവന്റെ സ്വർഗ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂടെ ബാക്കിയുണ്ട്. ഒരുപാട് വിട്ടിട്ടാണ് ശരിക്കും വിശദീകരിക്കുന്നത്, ഒരുപാട് വിട്ടിട്ടാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ സൂറത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പരിപാടിയുടെ മുമ്പ് ആകുന്ന അത്ര ആകും, അത്ര മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പ്രകാരം അമൽ ചെയ്യുകയും അങ്ങനെ ഏറ്റവും ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയും ചെയ്ത കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.